ശ്രീമതേ വാസുദേവായ. നാരായണീയം ദശകം 2 ശ്ലോകം 10. കഴിഞ്ഞ ശ്ലോകത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഭക്തിയോഗം കുറച്ച് സൗകര്യപ്രദമാണ്. ഭക്തിയോഗത്തിൽ മുൻപറഞ്ഞ ദോഷങ്ങളില്ലെന്ന് മാത്രമല്ല, അത് സ്വാഭാവികമായി പുരുഷപ്രയത്നം കൂടാതെ കൈവരുമെന്നുള്ള മേന്മയും കൂടിയുണ്ടെന്ന് പ്രതിപാദിക്കുന്നു. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീം നിർമ്മജ്ജനേന സ്വയം സിദ്ധന്തി വിമലപ്രബോധപദവീ അക്ലേശതസ്തുന്യതീ സദ്യസിദ്ധികരീ ജയദയീ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രതാദ്രുതതരം വാതാലയാദീശ്വര. ത്വദ്ഭക്തി തു ഭഗവത്ഭക്തിയാകട്ടെ കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധന്തി. ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും. ഇപ്പം നമ്മൾ ഭാഗവത സപ്താഹം കേൾക്കാൻ പോയ, ഞാൻ എത്രയോ കൊല്ലങ്ങളായി കേൾക്കുന്നുണ്ട്, ഒരേ കഥകൾ തന്നെയാണ് ഭാഗവതത്തിൽ പറയണത്. പക്ഷെ നമുക്ക് ഭാഗവതം ഒരു അമ്പലത്തിലുണ്ടാവുന്ന നമ്മൾ ഓടി പോവാണ് കേൾക്കാനായിട്ട്. പിന്നെയും അത് കേൾക്കും തോറും നമുക്ക് ഭയങ്കരമായൊരു ആനന്ദം, ഒരു അനുഭൂതി, കണ്ണിൽ ചില വെള്ളം വരും. ആനന്ദ ആശ്രമം നമുക്കുണ്ടാവും. നമ്മുടെ അനുഭവമാണ് ഈ പറയണത്. അതായി പറയണത് ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നു ചേരുന്നതും. വിമല പ്രബോധ പദവീം ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ അക്ലേശത തന്വതി പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യ സിദ്ധികരി ജയതി ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോന്നതായി വിജയിച്ചരുളുന്നു. ഐ വിഭോ വാതാലയാദീശ്വര, സർവശക്തനായ അല്ലയോ ഗുരുവായൂരപ്പ, ത്വത്പദ പ്രേമ പ്രൗഢീ രസാദ്രത സ ഏവ മേ ദ്രുതതരം ആസ്തു. തൃപ്പാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണം. ഭഗവത് കഥാസാരത്തിൽ മുഴുകുന്ന മനസ്സിന് മാലിന്യങ്ങൾ അകന്ന് ശുദ്ധി കിട്ടുന്നതിനാൽ തത്വജ്ഞാനോദയം വേഗത്തിൽ കൈവരികയും തദ്വാര മോക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ, മോക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ കർമ്മജ്ഞാന മാർഗങ്ങളെക്കാളും ഭക്തിമാർഗം ശ്രേഷ്ഠമാണെന്ന് ജയതി എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി യോഗമാണ് ഭക്തിമാർഗം. അറിവില്ലാത്തവർക്ക് ആർക്കും ഇവിടെ നമുക്ക് മോക്ഷം ലഭിക്കും. വിഭോ വാതാലയാദീശ്വര എന്ന സമ്പുദ്ധികളുടെ താല്പര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. വാതാലയ എന്നാൽ ശരീരം, വാതാലയ. അതിനധീശൻ ആരാണ്? സർവാന്തര്യാമിയായ ഭഗവാനാണല്ലോ. ഭഗവാനാണ് അതിൻ്റെ അധീശൻ. അദ്ദേഹം സർവവ്യാപിയും സർവാന്തര്യാമിയുമാകയാൽ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഏത് വസ്തുവിലുള്ള പ്രീതിയും ഭഗവത് പ്രേമാകുന്നു. എന്തിനെ കണ്ടാലും ഭഗവാനാണെന്ന് തോന്നുക. മനപ്രീതി തോന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്നു. അവിടെ അതായത് ഭഗവത് പ്രീതി, മനപ്രീതി എന്തിലും നമുക്ക് മനപ്രീതി ഉണ്ടാകണം. ഒരു സന്തോഷം, ഒരു സമാധാനം, സന്തോഷം എപ്പോഴും ഉണ്ടാവണം. എന്തുണ്ടായിട്ടും മനപ്രീതി ഇല്ലെങ്കിൽ പോയില്ല. അതാണ് പറയുന്നത്. മനപ്രീതി തോന്നുന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്നു. അവിടെ എല്ലാം ഭഗവാനായി കാണുവാനുള്ള കഴിവാണ് കിട്ടേണ്ടത്. ആ ഭഗവത് ഭക്തി എന്തും ഭഗവന്മയമാണെന്ന് കണ്ട് ആരാധിക്കുവാനും
ആനന്ദിക്കുവാനുമുള്ള കഴിവ് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണം. അത് നമ്മൾ ഭക്തി കൂടുന്തോറും ഭഗവാൻ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. ആനന്ദം ഉണ്ടാവും. മനോമയം, ചിത്മയ ആനന്ദ, അത് ചിന്മയ ആനന്ദം എന്നൊക്കെ പറയും. ചിത്മയ ആനന്ദം. എന്തും ഭഗവാനാണെന്ന് കണ്ട് ആരാധിക്കുവാനോ ആനന്ദിക്കുവാനുള്ള കഴിവ് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് തനിക്ക് നൽകുവാൻ കഴിവുണ്ടാകണമേ എന്നാണ് ഭക്തനായ ഭട്ടതിരി പ്രാർത്ഥിക്കുന്നത്. ഭക്തനായ ഭട്ടതിരി ഈ ദശക അവസാനത്തിലാണ് ഭട്ടതിരി ഭഗവാനോട് നേരിട്ട് സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നതെന്നുള്ളതും സ്മരിക്കേണ്ടതാകുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ.